ഒരു 2008-2011 കാലഘട്ടത്തിലാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. ഞങ്ങൾക്ക് അന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ബേസിക്കലി എഞ്ചിനീയറിംഗ് ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിരുന്നത്. AF സാറിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ മിക്ക സമയത്തും ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ആ അരമണിക്കൂർ കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 ആഴ്ചത്തേക്കുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെല്ലാവരും ക്ലാസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു അരമണിക്കൂർ സാറിൻ്റേതായിട്ടുള്ള എക്സാംസിനെ കുറിച്ചിട്ടുള്ള വരാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണുള്ളത് എന്നെല്ലാമുള്ള ആ ഒരു ക്ലാസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂണിവേഴ്സിറ്റിയുമായിട്ട് പറയുകയാണെങ്കിൽ 2010 ആദ്യത്തെ തവണ എൻട്രൻസ് എഴുതി തരക്കേടില്ലാത്ത കേരള റാങ്ക് കിട്ടിയപ്പോൾ സാറ് പറഞ്ഞു, ഒരു തവണ കൂടി നമുക്ക് നോക്കാം, ഏതർ IIT അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ഇപ്പോൾ കിട്ടുന്നതിലും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള വല്ല ഓപ്ഷൻ കിട്ടുമോ എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ ലൈഫിനെ പിന്നെ അങ്ങോട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സജഷൻ ആയിരിക്കാം. അതിനാൽ തന്നെ യൂണിവേഴ്സൽ ഇന്നിപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെ ഫർദർ മുന്നോട്ട് പോയി എന്നുള്ളതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇവിടെ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യുകയും ഫർദർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IISc വലിയമലയിലാണ് BTech ചെയ്തത്. അതിനുശേഷം ISRO വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു. ആൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു 2 കൊല്ലം സ്റ്റഡി ലീവ് എടുത്ത് IISc ബാംഗ്ലൂരിൽ MTech ചെയ്യാനുള്ള അവസരവും കിട്ടി. സോ എസ്പെഷ്യലി മെഡിക്കൽ സ്റ്റുഡൻസിനോട് ഫർദറായിട്ട് പിന്നെ ഇപ്പോൾ എൻട്രൻസ് അങ്ങനെയുള്ള ഇതുമായിട്ടും അങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്ന വ്യക്തി അല്ലാത്തതിനാലും ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് മോസ്റ്റ്ലി എൻജിനീയറിംഗ് റിലേറ്റഡായി വർക്ക് ചെയ്യുന്നതിനാൽ എൻജിനീയറിംഗ് ആസ്പിരൻസിന് ഞാനിപ്പോൾ ISROയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസായിട്ട് ഡിഫറെൻറ്റ് എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളിൽ നിന്നുമുള്ള സ്റ്റുഡൻസ് വരാറുണ്ട്, അവരുടെ BTech കഴിഞ്ഞിട്ടില്ല നമ്മൾ. അപ്പോൾ അവരോടുള്ള ഒരു നമ്മുടെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കേരളത്തിലൊരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച വ്യക്തികളും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഇപ്പോൾ IISc ആണെങ്കിലും IISc പോയപ്പോഴെല്ലാം പഠിച്ചപ്പോഴുള്ള ആ ഒരു ഇൻട്രാക്ഷൻ്റെയും ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ദർ ഇസ് സം ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ ഈ 2 കൊല്ലം അല്ലെങ്കിൽ നിങ്ങൾ +1 +2 അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന നിങ്ങൾ ഈ ഒരു കൊല്ലം നന്നായി പഠിക്കുക. IITs അതുപോലെ തന്നെ NITs പോലെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഗോൾസുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും യൂണിവേഴ്സൽ എങ്ങനെയാണോ ഹെൽപ്ഫുൾ ആയത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സൽ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആവുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. യൂണിവേഴ്സലും അതുപോലെ തന്നെ AF സാറും ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള MP സാറൊക്കെ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്. സോ താങ്ക് യു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.